ഡൽഹി ആസ്ഥാനമായ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടറും മാനേജ്മെന്റ് ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരിക്കെ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഒരു ആഡംബര കാർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ഥാപനത്തിലെ 17 വിദ്യാർത്ഥിനികൾ ഡയറക്ടർക്കെതിരെ നേരിട്ട് മൊഴി നൽകിയതോടെയാണ് കേസിന്റെ ഗൗരവം വർദ്ധിച്ചത്. പ്രതിയുടെ നീക്കങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായേക്കാവുന്ന ഒരു ആഡംബര കാറാണ് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പെൺകുട്ടികളെ ഋഷികേശിൽ അടക്കം കൊണ്ടുപോയിരുന്നത് ഈ വാഹനത്തിലായിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതിനു മുമ്പ് വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച മറ്റൊരു കാറും പോലീസ് പിടികൂടിയിരുന്നു. പ്രതിയുടെ ആഡംബര ജീവിതത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ മൊഴികളിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഹോസ്റ്റൽ മുറികളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് ഇയാൾ അതിന്റെ ദൃശ്യങ്ങൾ സ്വന്തം ഫോണിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പ്രധാന ആരോപണം. കൂടാതെ ശരീരത്തിൽ മോശമായി സ്പർശിച്ചതും വാട്സപ്പിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതുമാണ് വിദ്യാർത്ഥിനികൾ ഡയറക്ടർക്കെതിരെ ഉന്നയിച്ച പ്രധാന പരാതികൾ. ആശ്രമത്തിലെ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കോഴ്സിലെ 32 വിദ്യാർത്ഥിനികളിൽ 17 പേരാണ് ചൈതന്യേന്ദ്രക്കെതിരെ നേരിട്ട് മൊഴി നൽകിയത്. കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പങ്കും പോലീസ് പരിശോധിക്കുകയാണ്. സ്വാമി ആവശ്യപ്പെട്ടതുപോലെ പ്രവർത്തിക്കാൻ വനിതാ ജീവനക്കാരും അഡ്മിനിസ്ട്രേറ്ററും തങ്ങളെ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് വിദ്യാർത്ഥിനികൾ പരാതി നൽകിയിട്ടുള്ളത്. ചൈതന്യാനന്ദനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയരുന്നത് ഇത് ആദ്യമായല്ല. 2009-ലും 2016-ലും ഇയാൾക്കെതിരെ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നു. ഏകദേശം 2 പതിറ്റാണ്ടായി ചൈതന്യാനന്ദ സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ഒഡീഷ സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ 12 വർഷമായി ഡൽഹിയിലെ ഈ ആശ്രമത്തിലാണ് താമസം. ഒളിവിൽ കഴിയുന്ന ഈ ആത്മീയ നേതാവ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു പ്രശസ്ത എഴുത്തുകാരനും മാനേജ്മെന്റ് ഗുരുവുമായാണ്. താൻ ഡയറക്ടറായിരുന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ഇയാൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അക്കാദമിക് ഗവേഷണങ്ങൾ പങ്കുവയ്ക്കുന്ന ഓൺലൈൻ പ്രൊഫൈലുകളിലും പുസ്തകങ്ങളിലും ഇയാൾ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഷിക്കാഗോ സർവകലാശാലയിലെ ബൂത്ത് സ്കൂൾ ഓഫ് ബിസിനസിൽ നിന്ന് MBAയും PhDയും നേടിയിട്ടുണ്ട്. പോസ്റ്റ് കാർഡ് ബിരുദങ്ങളും D.Liറ്റും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവകലാശാലകളിൽ നിന്ന് 7 ഓണറ്റി D.Liറ്റുകളും ബിരുദങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം വ്യാജമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ചൈതന്യാനന്ദ സരസ്വതിയുടെ പുസ്തകങ്ങളിലെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങളും ഈ അവകാശവാദങ്ങൾ ആവർത്തിക്കുന്നു. താൻ 28 പുസ്തകങ്ങളും 143 ഗവേഷണ പ്രബന്ധങ്ങളും രചിച്ച അന്താരാഷ്ട്ര പ്രശസ്തനായ എഴുത്തുകാരനാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. ചൈതന്യാനന്ദയുടെ ഫോർഗെറ്റ് ക്ലാസ് റൂം ലേണിംഗ് എന്ന പുസ്തകത്തിന് ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് ആമുഖം എഴുതിയതായി പുസ്തകത്തിന്റെ മുൻ പേജിൽ ഉദ്ധരിക്കുന്നു. മാനേജ്മെന്റിന്റെ പ്രായോഗിക ലോകത്തേക്കുള്ള അഭൂതപൂർവമായ തയ്യാറെടുപ്പിനും വഴികാട്ടിയുമാണ് ചൈതന്യാനന്ദയുടെ പുസ്തകമെന്ന് ജോബ്സ് പറഞ്ഞതായാണ് ഈ ഉദ്ധരണി. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ചൈതന്യാനന്ദയുടെ ട്രാൻസ്ഫോമിംഗ് പേഴ്സണാലിറ്റി എന്ന പുസ്തകത്തെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിച്ചിരുന്നുവെന്നും 2007-ൽ യൂറോപ്യൻ നോർത്ത് അമേരിക്കൻ വിപണികളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്നും മറ്റൊരു പുസ്തകത്തിലെ പ്രൊഫൈലിൽ അവകാശപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിന്റെ അഭിനന്ദന സന്ദേശവും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രമുഖ വ്യക്തികളുടെ പ്രശംസകൾ തന്റെ കപട പ്രശസ്തി ഉറപ്പിക്കാനായി ഇയാൾ ദുരുപയോഗം ചെയ്തുവെന്നാണ് പോലീസ് കരുതുന്നത്. ഈ അവകാശവാദങ്ങളിൽ പലതും വ്യാജമാണെന്ന് സംശയിക്കുന്ന പോലീസ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് അറിയിച്ചു. ഇയാളോട് യഥാർത്ഥ അക്കാദമിക് പശ്ചാത്തലം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കേസിൽ നിർണായകമാകും. ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്ന് ഒളിവിലുള്ള പ്രതി രാജ്യം വിടുന്നത് തടയാനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സഹായത്തോടെ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്.